കർണാടകയിലെ ധർമ്മസ്ഥലയിൽ യുവതിയെ കാണാതായെന്ന പരാതി പച്ചക്കള്ളം. സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് മകളില്ല എന്ന ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ. പെൺകുട്ടിയുടെ ചിത്രവും വ്യാജമാണ്. 2007 മരിച്ച കൊടക് സ്വദേശി വാസന്തിയുടെ ചിത്രമാണ് അനന്യ ഭട്ട് എന്ന പേരിൽ പുറത്തുവിട്ടത്. പെൺകുട്ടിയെ സംബന്ധിച്ച് യാതൊരു രേഖയും ഇവരുടെ പക്കലില്ല. 2003 സുജാത തനിക്ക് മകൾ ഇല്ല എന്ന് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖവും പുറത്തുവന്നിരുന്നു. ധർമ്മസ്ഥലിലെ വാസ്തവം അന്വേഷിക്കാൻ ജനം TV വാർത്താ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂറും ക്യാമറാമാൻ മനൂപുമാണ് ധർമ്മസ്ഥലയിലെത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് മകളില്ല എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, അന്ന് പ്രചരിച്ച ചിത്രങ്ങളും വ്യാജമാണ് എന്നാണ് അവർ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, നമുക്കറിയാം കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും മറ്റുമൊക്കെ വലിയ രീതിയിൽ യൂട്യൂബർമാരും മറ്റുമൊക്കെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച ഒരു സംഭവമാണ് ഈ ധർമ്മസ്ഥല എന്ന പ്രദേശത്ത് അവിടുത്തെ ക്ഷേത്രത്തെ. ഞാൻ നിൽക്കുന്ന എൻ്റെ പുറകിലായി കാണുന്ന മഞ്ജുനാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ചൊക്കെ ഒരുപാട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു, അവരുടെ മൃതദേഹം ഒരു മുഖംമൂടി അണിഞ്ഞു വന്ന വ്യക്തി മറവ് ചെയ്തു എന്നൊക്കെയുള്ള സംഭവം. ഏതായാലും ആ മുഖംമൂടിക്കാരൻ ആദ്യം കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് അവർ ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു തൻ്റെ മകളെ ഇതുപോലെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വരികയുണ്ടായി. അവരുടെ പേരാണ് സുജാത ഭട്ട്. ആ സുജാത ഭട്ട് രംഗത്ത് വന്ന് പറഞ്ഞത് തൻ്റെ മകളായ അനന്യ ഭട്ടിനെ 2004 ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം വന്നതാണ്. ആ സമയത്ത് പെട്ടെന്ന് ഈ യുവതിയെ കാണാതായി, തൻ്റെ മകളെ കാണാതായി. തൻ്റെ മകളെ എങ്ങനെയും കണ്ടുപിടിച്ച് തരണം, അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി, തനിക്ക് ഹിന്ദു മത ആചാരപ്രകാരം ശേഷക്രിയ ചെയ്യണം എന്നൊക്കെ തരത്തിലായിരുന്നു ഈ സുജാത ഭട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊക്കെ അതിനെ വലിയ രീതിയിൽ കൊണ്ടുപിടിച്ചുകൊണ്ട് അത് വാർത്ത നൽകുകയും ചെയ്തതാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ അത് പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് മകൾ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീ പറയുന്നത് 2003-2004 സമയത്താണ് ഇവരുടെ മകളെ കാണാതായി എന്ന് പറയുന്നത്. ഇതേ 2003 കാലയളവിൽ ഈ സ്ത്രീ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖം, അതായത് ഇവർ 1999 മുതൽ 2007 വരെ സുജാത താമസിച്ചിരുന്നത് ഷിമോഗയിലാണ്. അവിടെ പ്രഭാകർ ബാലിക എന്ന ആളോടൊപ്പം ലിവിങ് ടുഗദർ ആയിട്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ആ കാലയളവ് ഇവർ വലിയ മൃഗസ്നേഹികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൃഗസ്നേഹി ഇവർ ഒരുപാട് നായകളെയും മറ്റും വളർത്തുന്നുണ്ടായിരുന്നു. ആ നായയെയും മറ്റും വളർത്തുന്നതിൻ്റെ ഭാഗമായി ഇവരൊരു അവിടുത്തെ പ്രാദേശിക മാധ്യമത്തിന് മൃഗസ്നേഹി എന്ന നിലത്തിലൊരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ അഭിമുഖത്തിൻ്റെ കോപ്പിയിൽ കൃത്യമായി പറയുന്നു തനിക്ക് മകൾ ഇല്ല എന്ന് 2003 നൽകിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ അതേ സ്ത്രീയാണ് പറയുന്നത് തനിക്ക് മകളുണ്ട്, ആ മകളെ കാണാനില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇവരുടെ ബന്ധുക്കളാണ്. ബന്ധുക്കൾ എല്ലാവരും നിഷേധിക്കുന്നു, ഇങ്ങനൊരു മകളില്ല, അവർക്ക് മകളില്ല എന്നുള്ളതാണ് ബന്ധുക്കളും ഈ വിഷയത്തിൽ ഇവരെ തള്ളിക്കൊണ്ട് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഈ ഇത്തരത്തിൽ അനന്യ ഭട്ട് എന്ന യുവതിയുമായി ബന്ധപ്പെട്ട് ഈ സുജാത ഭട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളിലെ പൊള്ളയായ കാര്യങ്ങൾ. MBBS ഇവർ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പഠിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അങ്ങനെ ഒരാൾ ഇവിടെ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത് അത്തരത്തിലൊരു റെക്കോർഡും അവിടെ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സുജാത പറയുന്നു 3 മാസം റൂമിൽ കെട്ടിയിട്ട ശേഷം തന്നെ ഒരു ആശുപത്രിയിൽ പിടിച്ചുകൊണ്ടുപോയി കുറേ കാലം കോമയിൽ കിടന്നു എന്ന് പറയുന്നു. നമ്മൾ ഈ പ്രദേശത്തെത്തി ഇവിടുത്തെ ആശുപത്രികളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ആശുപത്രികളിലും ഒരു രേഖകളും ഇവരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഈ സുജാത പറയുന്നത് താൻ CBI കൊൽക്കത്ത ഓഫീസിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ CBI തന്നെ കൊൽക്കത്ത ഓഫീസിലെന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും സ്റ്റെനോഗ്രാഫറായിട്ട് ഇത്തരത്തിൽ സുജാത ഭട്ട് എന്നൊരാൾ തങ്ങൾക്ക് ജോലി സേവനമനുഷ്ഠിച്ചിട്ടില്ല എന്നുള്ളതാണ് CBIയും പറയുന്നത്. ഇതിനൊക്കെ അപ്പുറം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഈ സുജാത ഭട്ട് പറഞ്ഞത് തൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം കാണിക്കുകയുണ്ടായി. ആ ചിത്രത്തിലുള്ള യുവതി അത് കൊടക് സ്വദേശിയായ 2007 മരിച്ച വാസന്തിയുടേതാണ് എന്നുള്ളതാണ് ആ ചിത്രം. അതായത് സ്വന്തം മകൾ, അങ്ങനെ ഒരു മകളെ ഇല്ല, മകൾ എന്ന പേരിൽ മറ്റൊരാളെ വ്യാജമായി കാണിച്ചുകൊണ്ട് ആ മകളെ കാണാതായി, ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന യുവതിയെ തൻ്റെ മകളെ കാണാതായി എന്ന തരത്തിൽ ഇവർ ഇത്രയും ദിവസം പച്ചക്കള്ളം പറയുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളും കൃത്യമായിട്ട് പുറത്തു വരുന്നു. ചിലപ്പോൾ മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഏതായാലും ജനം TV അത് ജനമധ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ധർമ്മസ്ഥലയിൽ വെച്ച്. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ കൂടെ ചേരുന്നുണ്ട്.
ഇവിടെ വലിയ രീതിയിൽ ഒരു ആരോപണമായിരുന്നു സുജാത ഭട്ട് എന്നൊരു സ്ത്രീ തൻ്റെ മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നു. എന്താണ് ആ സംഭവത്തിൽ നിങ്ങൾക്ക് ബോധ്യമായത്? നമുക്ക് ഈ സ്ഥലത്ത് ഒരുപാട് വർഷത്തിന് ജീവിക്കുന്നത് കൊണ്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കളാന്നത് എന്താ പറഞ്ഞാൽ ഈ 2003 ഇങ്ങനത്തെ ഒരു ഇത് കാണാതായി എന്നുള്ള ഒരു റിപ്പോർട്ടേ ഇല്ല. ഇവിടെ നിന്ന് അങ്ങനത്തെ കംപ്ലയിൻറ്റോ അതുമല്ലാണ്ട് കൂടാതെ ഈ ധർമ്മസ്ഥലത്ത് ഇവിടുത്തെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഈ ഇവർ പറയുന്ന അങ്ങനത്തെ കാണാതാലും പിന്നെ ഈ കൊലപാതകങ്ങളോ ബലാത്സംഗങ്ങളോ നടക്കാത്ത ഒരു സ്ഥലമാണ് ഈ 2 കിലോമീറ്റർ ചതുരച്ചൗക്കത്തിൽ അമ്പലത്തിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒന്നുമില്ല. ഇത്ര സിസ്റ്റമാറ്റിക് സിസ്റ്റത്തിലില്ലതാണ്. പിന്നെ ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന സ്ത്രീ അത് പറയുന്നതെല്ലാം കളുന്ന അദ്ദേഹത്തിൻ്റെ ആ മുഖച്ചരിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഇത് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ തനിയിൽ പറയാം. അത് പറയുന്നത് എന്താ പറഞ്ഞാൽ 2003 ഞാൻ MBBS മകൾ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ആക്കിയിട്ടുണ്ടാണ്. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, കൂടാണ്ട് SSLC സർട്ടിഫിക്കറ്റ് വേണം, അതിൽ പിന്നെ ഉപരിയായിട്ട് കോളേജ് പഠിച്ചിട്ടുണ്ടാണ്. അങ്ങനെ ഈ 3 ദിക്കിലെ രേഖകൾ ആവശ്യം ഉണ്ടായിട്ട് അവിടെ മെഡിക്കൽ കോളേജ്, ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലാന്ന് പുള്ളി പറയുന്നത്. പക്ഷേ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഒരുപാട് കത്തിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് കത്തിയെങ്കിലും അതിനുള്ള ആധാരങ്ങൾ അവിടെ ഉണ്ടാവില്ല. ഈ പുള്ളിയുടെ കയ്യിൽ കത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമതായത് സ്റ്റെപ്പ് ഒരു 3-4 ദിക്കിൽ കഴിഞ്ഞ സ്റ്റെപ്പ് ഉണ്ടാവും. ട്രസ്റ്റിലുണ്ടാവും, പ്രൈമറി സ്കൂളിലുണ്ടാവും, ഹൈസ്കൂളിലുണ്ടാവും, കോളേജിലുണ്ടാവും, മെഡിക്കൽ കോളേജിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കള്ളമാണ് അത് പറയുന്നതിലത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാം പൂർത്തി കളവ്. പിന്നെ ഇവിടുത്തെ ഈ പോലീസിൻ്റെ റെക്കോർഡ്സിൽ ഇവർ പറയുന്ന 2003 ഏതെങ്കിലും തരത്തിൽ ഇവർ പരാതിയായിട്ടൊക്കെ പോയിട്ടുണ്ടോ ഇവിടെ? അത് നിങ്ങൾ പരിശോധിച്ചു? ഇപ്പോൾ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ 2003 മിസ്സിങ് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നു. അവരെന്താ പറഞ്ഞാൽ പോലീസ് എടുത്തുകൊണ്ടില്ല കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട്. അതൊക്കെ ചുമ്മാ കളവ് പറയുക. അവർ പറയാ നമുക്കിവിടെ അടിച്ചു പിടിച്ചു, പോലീസുകാർ അടിച്ചു, അവരടിച്ചു, ലോക്കൽ ഹെഡ്സ് അടിച്ചു, അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയി, ഞാൻ കോമത്തിലായിരുന്നു പറഞ്ഞു. അത് ഒരു ബേസ്ലെസ് അലിഗേഷൻ അവരത്. എന്തിനു പറഞ്ഞാൽ അത് അവർക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനാണ് ഉണ്ടായത്. പിന്നെ അതല്ലാതെ വേറെ അവർ ഇപ്പോൾ CBI സ്റ്റെനോഗ്രാഫർ എന്ന് പറയും. അത്ര പവർഫുൾ സ്റ്റെനോഗ്രാഫർ പറഞ്ഞെങ്കിൽ CBIയിൽ പറഞ്ഞെങ്കിൽ വലിയ ഒരു പവർഫുൾ ഒരു വ്യക്തിയാണ്, പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അവർക്ക് വെസ്റ്റ് ബംഗാളിലാണ് ജോലി ചെയ്ത് പറഞ്ഞു പെണ്ണുങ്ങൾ. അവിടെ ആയെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നു. ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അരുൺ ആലത്തൂരും മനുവുമാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളും കണ്ടെത്തലുകളുമായി ചേർന്നത്.